നിയമസഭയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള മന്ത്രിയായിരുന്നു എളമരം കരീം. നിങ്ങൾ അന്വേഷിക്ക്. ഇപ്പോ പിണറായി പൊള്ളുമ്പോ, പി ജയരാജന് പൊള്ളുമ്പോ, MP ജയരാജനും EP ജയരാജൻ വരെ ഇത്തിരി മാന്യമായി നിൽക്കുമ്പോ എന്താ എളമരം കരീമിന് ചൊറിയുന്നത്? എന്താ എളമരം കരീമിന്റെ പ്രശ്നം? കോഴിക്കോട് CPM സെക്രട്ടറി ഇല്ലേ അവിടെ? എന്താ കരീമിന്റെ പ്രശ്നം എന്നറിയോ? കരീം അടങ്ങിയ കൂട്ടുകച്ചവട കൃഷി വേറുണ്ട്. എന്റെ പേരിൽ കരീമിന്റെ ഒരു കേസുണ്ട്. ഇപ്പോഴും ഹൈക്കോടതിയിൽ ഇന്ന് ആ കേസ് നടക്കുകയാണ്. ഞാൻ ഇന്ന് നിയമസഭാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആ കേസിന് അവധി വാങ്ങിയതാണ്. എന്താ കേസ് എന്നറിയോ നിങ്ങള്? എളമരം കരീം സ്വത്ത് സമ്പാദിച്ചു അന്യായമായി ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചതിന്റെ പേരിൽ എളമരം കരീം പറഞ്ഞു, ഷാജി പറഞ്ഞു, ഞാൻ സ്വത്ത് സമ്പാദിച്ചു, അതുകൊണ്ട് എന്റെ മാനം പോയി. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഷാജി നഷ്ടപരിഹാരമായിട്ട് 30 ലക്ഷം റുപ്യ തരണം. എളമരം കരീമിന്റെ മാനത്തിന് 30 ലക്ഷം റുപ്യ, 300 റുപ്യന്റെ ബലമില്ലാത്ത മാനത്തിന് ഇല്ലേ? എടോ CPM-കാരാ, നിങ്ങൾ അറിയുമോ ചെരുപ്പിന്റെ വാറു തുന്നാൻ രണ്ടെണ്ണയില്ലാതെ നഗ്നപാതനായി നടന്ന സഖാവ് AKG-യെ കുറിച്ച് അറിയോ നിങ്ങള്? താടി വടിക്കാൻ കയ്യിൽ പണമില്ലാഞ്ഞിട്ട് ബാർബറുടെ നാവിൽ നിന്ന് പുളിച്ച ചീത്ത കേൾക്കേണ്ടി വന്ന കൃഷ്ണപിള്ളയെ കുറിച്ച്. അവർക്കൊക്കെ രണ്ടെണ്ണന്റെ പ്രശ്നമാണ്. എളമരം കരീമിന്റെ മാനത്തിന്റെ റേറ്റ് തന്നെ 30 ലക്ഷമാണ്. ബാക്കിയുള്ള ആലോചിച്ച് നോക്കുങ്ങൾ. 30 ലക്ഷം റുപ്യ. ഞാൻ പറയട്ടെ കരീമേ, ഹൈക്കോടതിയല്ല സുപ്രീം കോടതിയെ പറ്റി ഒരു കേസ് കൊടുക്കുക. അവിഹിതമായി നിങ്ങൾ സമ്പാദിച്ച സ്വത്തുക്കളുടെ കണക്ക് കൂടെ അന്തേരി സുരയൊക്കെ വായ തുറന്നാ പുറത്തു വരും. നാദാപുരത്തിന്റെ പരിസര ഭാഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറുപ്പക്കാർ അന്വേഷിക്കണം. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയമായ അന്വേഷണങ്ങളും രീതികളും ഉണ്ടല്ലോ, അതൊരു വെറും സംഭവമല്ല. മറിച്ചോ ഒരുപാട് കാലമായി കേരളത്തിൽ നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗം. എന്താണ് ആ ഗൂഢാലോചന? ഒരു നാട്ടിൽ കലാപമുണ്ടാക്കുക, ആ നാടിനെ അശാന്തമാക്കുക, അവിടെ കൊലപാതകങ്ങൾ നടക്കുക, സ്വസ്ഥമായി ജീവിതമില്ല എന്ന് തോന്നുക. ആ നാട്ടിലേക്ക് ഒരാൾ പെണ്ണുമായി ചെല്ലില്ല. ആ നാട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന് പെണ്ണ് കൊടുക്കില്ല, ഇല്ലേ? പെണ്ണിനെ തെരഞ്ഞു ചെല്ലില്ല. പെണ്ണിനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെല്ലാൻ അവിടേക്ക് ആളുകൾ വിട്ടുകൊടുക്കില്ല. നാടിനെ ജനങ്ങൾ വെറുക്കും. അങ്ങനെ വെറുക്കുമ്പോഴോ കിട്ടുന്ന വിലക്ക് ആ മണ്ണ് വിൽക്കും. ആ മണ്ണ് വിൽക്കുമ്പോ ഈ ഗുണ്ടകൾ ഇടനിലക്കാരായി വാങ്ങുന്നത് CPM-ന്റെ നേതാക്കന്മാരാണ്. വാണിമേലിന്റെയും നാദാപുരത്തിന്റെയും പരിസര ഭാഗങ്ങൾ മുഴുവൻ കുന്നും പ്രദേശമാണ്. 100 കണക്കിന് ഏക്കർ കണക്കിന് വരുന്ന റബ്ബർ തോട്ടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും. നിങ്ങൾ അന്വേഷിക്ക് പോയിട്ട് അവിടെ വില്ലേജ് ഓഫീസിൽ അന്വേഷിക്ക്, തഹസിൽദാരെ വിളിച്ച് അന്വേഷിക്ക്. എന്നാൽ നിങ്ങൾക്കറിയാം, നാദാപുരത്തിന്റെ പരിസര ഭാഗങ്ങളിലെ 100 കണക്കിന് 1000 ഏക്കർ ഭൂമി വാങ്ങിയിരിക്കുന്നത് ഈ കോഴിക്കോട്ടുകാരാണ്. കോഴിക്കോട്ട് ടൗൺ ഭാഗത്തുള്ള ചിലരാണ്, ചില ബിനാമികളാണ്. ആരാണിവർ? എളമരം കരീം മറുപടി പറയണം, മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണം. എന്ന് വെച്ചാൽ വെറുതെ മനുഷ്യന്റെ കഴുത്തറുത്തു വിടുന്ന രീതി മാത്രമല്ല, അതിന്റെ പിറകിൽ വലിയ സാമ്പത്തിക രാഷ്ട്രീയം കൂടെ CPM-നുണ്ട് എന്നാണ്. എളമരം നമ്മളെ പിണറായി വിജയൻ പറയാണ്, പ്രസംഗിക്കുകയാണ്. എന്താണ്? സഖാക്കളെ, നിങ്ങൾ തീപ്പന്തമാവണം. ആര് തീപ്പന്താവണം? സഖാക്കൾ തീപ്പന്താവണം. എന്നാ പിണറായിന്റെ മോനോ? ഓനെങ്കിൽ ലണ്ടനിൽ ബർമിംഗ്ഹാമിൽ പഠിക്കല്ലേ, ഓനെ പറ്റൂല. കരീമിന്റെ മോനോ ബിസിനസ്സിലല്ലേ? നിങ്ങൾ എന്തായി പറയുന്നത്? ഓനൊന്നും തീപ്പന്താവാൻ പറ്റൂല. എന്നാ പിന്നെ ഐസക്കിന്റെ തീരെ പറ്റൂല. അമേരിക്കൻ സിറ്റിസൺഷിപ്പാണ്, അമേരിക്കൻ പൗരനാണ്. പിന്നെ എങ്ങനെ ആവും? എന്നാ പിന്നെ ബേബി, എന്നാ പിന്നെ പാവം കൊടിയേരി, 2 മക്കളും ബിസിനസ്സിലാണ് ദുബൈയിൽ. പിന്നെ ആരാ തീപ്പന്താവേണ്ടത്? സഖാവ് പുഷ്പൻ കിടക്കണുണ്ടല്ലോ തീപ്പന്തമായിട്ട്. പുഷ്പൻ ഇങ്ങനെ നിറങ്ങുമ്പോ മൂക്കത്ത് അമ്മ വന്നു നോക്കും, മൂക്കത്ത് ഈച്ചരിക്കുന്നുണ്ടാവും. പുഷ്പനാട്ടാൻ കഴിയില്ല. എന്താ കാര്യം അറിയുമോ? കൂത്തുപറമ്പിലെ വെടിയുണ്ടായിട്ട് പുഷ്പൻ ജീവച്ഛവമായി കിടക്കാൻ. ആ പുഷ്പൻ തീപ്പന്തമാവണം. കൊച്ചു വീട്ടിൽ ഞാൻ നിയമസഭയിൽ പറഞ്ഞു, പുഷ്പന്റെ കൈ പൊന്താത്തത് ഭാഗ്യമായില്ലേ ജയരാജ? കയ്യെങ്ങാനും പൊന്തിയ ജയരാജന്റെ ചെവി കുട്ടിക്കിട്ട് പൊട്ടിക്കൂലേ സഖാവ് പുഷ്പൻ? നിങ്ങൾ ആ പുഷ്പന്റെ ചോര വിറ്റല്ലേ പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് സ്വാശ്രയ മേഖലയിൽ? എത്ര സ്ഥാപനങ്ങൾ? 5 കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികൾ തീപ്പന്തമാവണം. കണ്ണൂരിൽ മരിച്ചു വീണ സഖാക്കളുടെ ലിസ്റ്റ് പരിശോധിക്ക്. നിങ്ങൾ സഖാക്കൾ പരിശോധിക്ക്. 1 ഏക്കർ ഭൂമിയെങ്കിലും ഉള്ളവൻ, ഇത്തിരി വരുമാനമുള്ളവൻ, സമ്പത്തുള്ളവൻ ഉണ്ടായിനിടയിൽ പാവങ്ങൾ. കൊടിയേരിന്റെ മോൻ മരിക്കോ? ജയരാജന്റെ മോൻ മരിക്കോ? അല്ലെങ്കിൽ പിണറായിന്റെ മോൻ മരിക്കോ? എളമരം കരീമിന്റെ മക്കളെ കിട്ടുവോ? ഇല്ല. അവരൊക്കെ സമ്പന്നന്മാരുടെ ഗേഹങ്ങളിൽ അന്തി ഉറങ്ങുകയാണ്. അവരൊന്നും തീപ്പന്തമാൻ കിട്ടൂല. അവരൊന്നും തീപ്പന്തമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നേട്ടങ്ങൾ ചെയ്യാൻ നിൽക്കൂല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആലോചിക്കണം, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു വിവാദത്തിലേക്ക് വന്നുപെട്ടപ്പോ എന്തെല്ലാം വന്നത്? ഒന്ന് LTT, അവരുടെ കീഴിലുള്ള സംഘടനയാണ്. LTT എന്ന പേര് തന്നെ ശ്രീലങ്കക്കാർ കേട്ടാടി കിട്ടും. ഇല്ലേ? ഞങ്ങൾ ആലോചിച്ചു, ഒരു രാജ്യം തകർത്ത ഭീകരവാദികൾ. ആ പേരിൽ അറിയപ്പെടുക CPM-ന്റെ ഒരു യൂണിറ്റ്. മറ്റൊന്ന് റെഡ് ഫോഴ്സ്,
മറ്റൊന്നോ കില്ലർ സ്ക്വാഡ്, എന്തെല്ലാം പേരുകൾ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗൾഫിൽ പോയപ്പോ, ഗൾഫിലെ ചില നമ്മുടെ നാട്ടിലെ ചില അമ്മായി മുതലാളിമാരുണ്ടല്ലോ, ചില മുതലാളിമാർ ലീഗൊക്കെ ആയിരിക്കും, ബാക്കിയുള്ള സൗകര്യങ്ങൾക്കൊക്കെ ലീഗൊക്കെ വേണം. എന്നിട്ടോ എന്തെങ്കിലും ഒരു പിരിവ് പോയാൽ നമുക്ക് 100 രൂപ തരുന്നവൻ CPI വരുമ്പോ എഴുന്നേറ്റിട്ട് 10,000 രൂപ കൊടുക്കണം വിളവന്മാരില്ലേ നമ്മുടെ നാട്ടിലെ ചില സമ്പന്ന വർഗ്ഗങ്ങൾ. എന്താ ഇനി പറയാ, എന്താ നായ്ക്കുറുക്കെന്നൊക്കെ പറയുമ്പോ 2 രൂപയും കോലമുള്ള ഇതിൽപ്പെട്ട ഒരു പണക്കാരനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ ഈ CPI ഇങ്ങനെ പോറ്റുന്നത്, നിങ്ങളല്ലേ അവർക്കൊക്കെ വാരിക്കോടി പണം കൊടുക്കുന്നത്? അയാൾ എന്നോട് പറഞ്ഞു, ഷാജി ഞങ്ങൾക്ക് ലീഗിനൊക്കെ ഇഷ്ടമാണ്, കോൺഗ്രസിനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ പൈസക്കാരാണ്, ഞങ്ങൾ ബിസിനസ്സുകാരാണ്, പലതരം ആവശ്യങ്ങൾ വരും, അടിക്കേണ്ടി വരും, ചവിട്ടേണ്ടി വരും, കുത്തേണ്ടി വരും, കൊല്ലേണ്ടി വരും. നിങ്ങളുടെ അടുത്ത് വല്ല ആൾ കിട്ടുമോ? നിങ്ങളെ യൂണിറ്റ് കമ്മിറ്റിയിൽ വിളിച്ചാൽ അടിക്കാനാണ് ആൾ വിടുന്നത്. എവിടുന്ന് വിടാൻ, എവിടുന്ന് കിട്ടാൻ? അടിക്കാനും കൊല്ലാനൊക്കെ പറ്റിയ പാർട്ടി ഇതല്ലേ? ഓരെ വിളിച്ച് പിണറായിനോട് പറയും, ഒരു 10 ആളെ വിടുന്ന മൂപ്പര് ഇവിടുത്തെ ഗ്രൂപ്പിന്റെ ലീഡറല്ലേ, അടി ഗ്രൂപ്പിന്റെ, കൊല്ലൽ ഗ്രൂപ്പിന്റെ. ഒരു 2 വെട്ടിന് കൊല്ലണമെങ്കിൽ നിങ്ങൾക്ക് രാജേഷിനെ വിളിച്ചാൽ മതിയാവും, MLA. 51 വെട്ടുവെട്ടിനെങ്കിൽ ജയരാജനെ തന്നെ വിളിക്കേണ്ടി വരും. അങ്ങനെ വിവിധ ഗ്രൂപ്പുകളാണ്, അതിങ്ങനെ ഓരോ തരത്തിലാണ്. ഇപ്പൊ നിയമസഭയിൽ പറഞ്ഞല്ലോ, ഈ പിണറായി വിജയൻ പറഞ്ഞ 10ാം നമ്പർ ബ്ലോക്കിന്റെ കഥ വായിച്ചു. എന്താണ്? സഖാക്കളടക്കം ഒരുത്തൻ കിണ്ടി കെട്ടോ ഇല്ലേ, ഒരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ പാത്രങ്ങൾ മോഷ്ടിച്ചോൻ, മറ്റൊരുത്തൻ ജ്വല്ലറി കുത്തി തുറന്നോൻ. CPM അങ്ങനെയാണ്, നിലവാരം അനുസരിച്ചാണ്. ചെറിയ ചെറിയ സഖാ, ഇപ്പം ഏറ്റവും വലിയ സഖാവാരാണ് പിണറായി വിജയൻ. മൂപ്പര് ഒരു ഡാം തന്നെ അടിച്ചു മാറ്റി കുത്തിർക്കാണ്, 100 കോടി രൂപ മൂപ്പര് നിലവാരത്തിനനുസരിച്ചിട്ട്. കീപ്പെട്ട് പോയാലോ ജില്ലാ സെക്രട്ടറി, ഓനക്ക് പറ്റിയ നിലക്ക് വല്ല ഭൂമിയും കച്ചവടം കരീമിനെ പോലെ വല്ല എസ്റ്റേറ്റൊക്കെ എടുത്ത് ജീവിക്കാൻ. എന്നാ കുറച്ചും കൂടി താഴോട്ട് പോയാലോ, കുറച്ച് താഴോട്ട് പോയാലും ജ്വല്ലറി ഒക്കെ കുത്തി തുറന്നിട്ട് ഓരോ നിലവാരത്തിനനുസരിച്ച് ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി ആവുമ്പോൾ കിണ്ടി കൊളാമ്പി തുടങ്ങിയ സാധനങ്ങൾ അടിച്ചു മാറ്റി ഓരോ നിൽക്കുകയാണ്. ഒരു കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൊലപാതകങ്ങളുടെയും അഴിമതിക്കാരുടെയും ഇത് രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെയാണോ? ഇതാളുകൾക്ക് അപകടകാരികളെ റിക്രൂട്ട് ചെയ്യുന്ന അപകടകരമായ ഒന്നാണ്. എന്നിട്ട് എന്താ രസം എന്ന് വെച്ചാൽ, മീഡിയ കിട്ടി ചീത്ത വിളിക്കുകയാണ്. മീഡിയനെ കണ്ട സഖാക്കൾ പറയും, ഇത് 4th എസ്റ്റേറ്റ് ആണ്, നിങ്ങൾ അങ്ങനൊന്നുമല്ല, ഇവരില്ലെങ്കിൽ രാജ്യമില്ല. എന്നിട്ടോ മീഡിയയോ? ഞാൻ ചോദിക്കട്ടെ, മീഡിയക്ക് നേരെ കുറിച്ചിട്ട് എന്താ കാര്യം? മീഡിയ എന്ന് പറഞ്ഞ എന്താണ്? മീഡിയ എന്ന് പറയുന്നത് ഇവിടുത്തെ കുറച്ച് ചാനൽ മാത്രം, കുറച്ച് പത്രം മാത്രം. നിങ്ങൾ അറിയുമോ, അറബ് വസന്തം ഉണ്ടായത് സോഷ്യൽ മീഡിയയുടെ ഇടപെടലാണ്, ഒരു ചാനലും അല്ല. സോഷ്യൽ മീഡിയയിൽ അവിടുത്തെ യൂട്യൂബിനകത്ത് കയറ്റിയ ഒരു പച്ചക്കറിക്കാരന്റെ ആത്മഹത്യയാണ് ടുണീഷ്യയിലെ അറബ് വിപ്ലവത്തിന് തുടക്കം. ഇത് വലിയ വലിയ വിപ്ലവത്തിന്റെ കാലമാണ്. ഈ കാലത്ത് നിങ്ങൾ മീഡിയയെ കുറ്റം പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ചാനലിന്റെ ക്യാമറയെ നിങ്ങൾ അടിച്ചു പൊളിച്ചാൽ, സഖാവ് പിണറായി വിജയ മീഡിയക്കാരനെ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ മാറ്റി നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ജീവിതം സുതാര്യമാക്കാനാണ്. ജീവിതം സുതാര്യമാക്കാൻ പഠിക്കണം. രാഷ്ട്രീയക്കാരൻ അത് പിണറായി വിജയനല്ല, ആരുമാവട്ടെ, ഇതൊരു സുതാര്യമായ ലോകമാണ്. എല്ലാം ട്രാൻസ്പെറന്റ് ആയി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകം. ഈ ലോകത്ത് രാഷ്ട്രീയക്കാരന് പഠിക്കേണ്ടത് അവന്റെ പൊതുപ്രവർത്തനത്തെ സുതാര്യമാക്കാനാണ്, അവന്റെ ജീവിതത്തെ സുതാര്യമാക്കാനാണ്. മറിച്ച് മീഡിയകളെ തെറി പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ആളുകളെ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന കാലമൊക്കെ കഴിഞ്ഞു. അങ്ങനല്ലേ പിണറായി വിജയൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇദ്ദേഹം കരുതിയിരിക്കുന്നത് എന്താണ്? പിണറായി വിജയന്റെ പ്രസംഗവും അയാളുടെ ബോഡി ലാംഗ്വേജും അയാളുടെ രൂപഭാവങ്ങളൊക്കെ കണ്ടാ വിചാരിക്കുക കേരള സംസ്ഥാനം പിണറായി വിജയന് തീരെഴുതി കൊടുത്താണെന്നാണ്. രാജ്യത്തെ മുഴുവൻ ആളുകളെയും അയാളുടെ ബോഡി ലാംഗ്വേജ് ഒരു ഹിറ്റ്ലറുടെ രൂപം. എന്നിട്ട് കണ്ടവനെ തെറി വിളിക്കുകയാണ്. എന്താ പറഞ്ഞത്? എടോ ഒരു ബിഷപ്പിനോട്, എന്തോ ആവട്ടെ, ഒരു മതത്തിന്റെ പുരോഹിതൻ. എന്താ അയാൾ ചെയ്ത തെറ്റെന്നറിയോ നിങ്ങള്? മത്തായി ചാക്കോയുടെ ശവശരീരം മാന്യമായി ഒന്ന് സംസ്കരിച്ചോട്ടെ ചോദിച്ചു. വേറെ തെറ്റൊന്നുമില്ല, അപകടം ചോദിച്ചില്ല, CPM തെറിഞ്ഞും വിളിച്ചിട്ടില്ല. അത് പറഞ്ഞത് എടോ നികൃഷ്ട ജീവി. ആര്? പിണറായി വിജയൻ. മാതൃഭൂമിയുടെ തലപ്പത്ത് മാത്രമല്ല, മലയാള പത്രലോകത്തിലെ കാരണവനായിരുന്നു ഗോപാലകൃഷ്ണൻ. ആ ഗോപാലകൃഷ്ണനെ കോഴിക്കോട് അങ്ങാടിയിൽ വെല്ലുവിളിക്കുകയാണ് ആര്? പിണറായി വിജയൻ. എടോ ഗോപാലകൃഷ്ണ, കത്തി കണ്ടിട്ടുണ്ടോ? കത്തി കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. ഒരു പത്രപ്രവർത്തകനെ പിണറായി വിജയൻ വെല്ലുവിളിക്കാൻ. എന്നിട്ട് വേറെ പറയാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട്, എടോ രാധാകൃഷ്ണ, ഇതറിയാൾ അമ്മായിന്റെ മോനാണ് രാധാകൃഷ്ണൻ. അയാൾ കേരളത്തിലെ ഹോം മിനിസ്റ്ററാണ്. നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്താണ്. നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഒരു കൊടിയേരിയെ പോലെയല്ല തിരുവഞ്ചൂർ. NDF-കാരന്റെ വീട്ടിൽ പോയിട്ട് മിർച്ചാന്റെ ഭോജനം കഴിച്ചിട്ട് വലിയ വലിയ പണക്കാരന്റെ അടുക്കളയിൽ പോയിട്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്ത് കൊടുക്കുന്ന കൊടിയേരി അല്ല തിരുവഞ്ചൂർ. മനസ്സിലാവുന്നുണ്ടോ? പിണറായിക്ക് മനസ്സിലാവുന്നുണ്ടോ? പോലീസിന്റെ പോക്ക് കാണുമ്പോ ചൊറിഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളുടെ പണത്തിനും സമ്പത്തിനും വിലക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് അല്ല പിണറായി വിജയ കേരളത്തിൽ. മനസ്സിലാക്കിക്കോ. അതാ തിരുവഞ്ചൂർ. എന്നിട്ട് DYSPയെ വെല്ലുവിളിക്കാൻ, കോഴിക്കോട് DYSPയോട് പ്രസംഗിക്കാൻ. എന്താണ്? എടോ സന്തോഷകുമാര, സന്തോഷ് കുമാറിനെ വിളിക്കാൻ. എടോ സന്തോഷകുമാര, മക്കള് പോകുന്നത് എവിടുക്കാന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരച്ഛൻ ഭയപ്പെടാൻ അതിന് പ്രമ്പണോ?
മക്കള് പോന്ന വിളിക്കാന്നറിയോ? പേടിപ്പിക്കാൻ, എല്ലാവരെയും എടോ പോടോ പാടോ എന്നൊക്കെ വിളിക്കാൻ. ആരാ ഈ പിണറായി വിജയൻ? ഇവൻ ആര്? ഇവൻ എന്താണ് ഇങ്ങനത്തെ അധികാരം? ഞാൻ MLA ആണ് എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല. രാജ്യത്ത് ഇങ്ങനെ ഹാലളി നടക്കാൻ മനസ്സിലായങ്ങള്. ഇയാൾ CPM-ന്റെ സെക്രട്ടറി ആയിരിക്കും എങ്കിലും വമ്പത്തരം കൊമ്പത്തരും CPM-നോട് മതി. കേരള സംസ്ഥാനം ഇയാൾക്ക് തീരെഴുതി തന്നിട്ടൊന്നുമില്ല. അത് CPM-നോടാവാം. നിങ്ങൾക്ക് CPM-ന്റെ നേതാക്കന്മാരെ മര്യാദ പഠിപ്പിക്കാം. നാട്ടുകാരെ മുഴുവൻ തെറി വിളിക്കാൻ, നാട്ടുകാരെ മുഴുവൻ ആക്ഷേപിക്കാൻ, നാട്ടുകാർക്കെതിരെ കുരച്ചു തള്ളാൻ ഇയാൾ ആര്? കേരളം എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ സുൽത്താനാണ്. ഇയാൾക്ക് അങ്ങനെ പട്ടം കിട്ടിയിട്ടുണ്ടോ? ഇവരെ കുറെ ആളുകൾ രാജ്യത്തെ നിയമത്തെ കയ്യിലെടുക്കുക, രാജ്യത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുക, രാജ്യത്തിലെ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുക, ആളുകളെ മുഴുവൻ ആക്ഷേപിക്കാൻ ഇറങ്ങുക. എന്നിട്ട് അങ്ങനെ ഒരു ജനക്കൂട്ടത്തെ എന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. ഓശാന പാടാൻ കുറെ മുസ്ലിം സമുദായത്തിന് 27 എയ്ഡഡ് മാനേജ്മെന്റുകൾ കേരള ഗവൺമെന്റ് വാരിക്കൊടുത്തു എന്ന് കള്ളം പറഞ്ഞ ഈ വിഭാഗം ഉണ്ടല്ലോ, ആ വിഭാഗത്തിന് ഇത് ഒറ്റുകൊടുത്തത് ഒരു മിർജാഫറാണ്. ഒരു മലപ്പുറത്തുകാരനുണ്ടല്ലോ, CPM-ന്റെ ആഫീസിൽ നിന്ന് വലിച്ചെറിയുന്ന നക്കാപ്പിച്ചയും വാങ്ങി ജീവിക്കുന്ന ഒരു മലപ്പുറത്ത് ജയിച്ചു പോയ MLA ഉണ്ടല്ലോ, അവൻ ആ മിർജാഫർ. എന്നിട്ട് പറയാം ഇവരൊക്കെ ന്യായീകരിക്കുക. TKMC പറയാണ് എന്താണ് ഈ വിഷയം ഉണ്ടായപ്പോ അച്യുതാനന്ദൻ അയാൾ പൂരം തൂറി പറഞ്ഞു. സഖാബ് TKMC എന്ന് പറഞ്ഞ ആരാന്നറിയോ നിങ്ങള്? TKMC പണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു, ഒരു പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു. അങ്ങനെ അന്ന് ആ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു സഖാബ് കുഞ്ഞാലി. എന്തോ ഒരു കിമ്മള പരിപാടിയാന്ന് തോന്നുന്നു. അംസ ഇത് വാങ്ങുന്നത് കണ്ട കുഞ്ഞാലി കസേര കുറിച്ച് ഔട്ടാണ്. കുഞ്ഞാലിന്റെ പ്രതാപകാലാണ്. ഒരൊറ്റ ചവിട്ടേ ഉള്ളൂ, 2 മറയലാണ്. TKMC ഈ കസേര ഉരുണ്ട് മറന്ന് എണീച്ചിട്ട് ഒറ്റ ഓട്ടാണ്, തിരിച്ചു വരില്ല. ഓടിയിട്ട് പിന്നെ തിരിച്ചു വരുന്നത് കുഞ്ഞാലി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ഓഫീസിലേക്കാണ്, നേരെ മാർക്സിസ്റ്റ് പാർട്ടി ഓഫീസിലേക്ക്. ആജാദി കള്ളനാണ് ഈ പറയുന്ന TKMC. എന്നിട്ട് അയാളാണ് അച്യുതാനന്ദനെ ചീത്ത പറയുന്നത്. ആരെ TKMC എന്ത് മാർക്സിസ്റ്റ് പാർട്ടി? TKMC ആകെ അറിയാവുന്നത് മാപ്പിളപ്പാട്ടാണ്. പിന്നെയുള്ള ബന്ധം എന്താ വെച്ചാൽ മാപ്പിളപ്പാട്ടിലും മാണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയിലും മാണ്ട്. ഈ ബന്ധമുള്ളൂ. പിന്നെ ഉള്ള ഗുണമെന്താണ്? കണ്ടം കൊണ്ടോ ആയത്തോ ഹദീസൊക്കെ കൊണ്ടിട്ട് മുസ്ലിം സമുദായത്തെ തെറി പറഞ്ഞോളൂ. സമുദായത്തെ ഉദ്ധരിക്കാനാണല്ലോ ആയത്തോ ഹദീസൊക്കെ. ഇത് നേരെ തിരിച്ചടി. അതുകൊണ്ട് അത്തരം കുറെ ആളുകളെ മാർക്സിസ്റ്റ് പാർട്ടി പോറ്റുന്നു എന്നതുകൊണ്ട്, അങ്ങനെ പോറ്റാൻ കഴിയുന്നു എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയെ, അങ്ങനെ ഒരു പാർട്ടിയെ തകർത്തു കളയാം എന്ന് CPM-ൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യമേ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് പറയുന്നുള്ളൂ, നിങ്ങൾ ചന്ദ്രശേഖരനെ കണ്ടുപിടിക്കണം. ചന്ദ്രശേഖർ എനിക്കറിയാവുന്ന എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു ചന്ദ്രശേഖർ. പലപ്പോഴും ഞാൻ ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹം DYFIയുടെ കോഴിക്കോട് ജില്ലയിലെ നേതാവായിരിക്കുന്ന സമയത്ത് ഞാൻ MSFന്റെ ഭാരവാഹിയായിരുന്നു. അതിനുശേഷം ആശയപരമായി മാർക്സിസ്റ്റ് പാർട്ടിയുമായി വലിയ സംഘടനകൾ നടക്കുമ്പോൾ ചന്ദ്രശേഖറുമായി പലപ്പോഴും ഞാൻ സംവദിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖർ പലപ്പോഴും, ഒരിക്കൽ ഞാനിങ്ങനെ കണ്ണൂരിൽ നിന്നൊക്കെ വരുമ്പോ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയും എവിടെ തലശ്ശേരി എന്ന് പറഞ്ഞാൽ പറയും കോഴിക്കോടൊക്കെ 2 പേരുണ്ട്, ഷാജി ഇവിടെ നിന്ന് ഓർക്കാട്ടെ ജംഗ്ഷനിൽ ഒന്ന് നിർത്തുവോ? ഞാൻ നിർത്താറുണ്ട്. ഒരിക്കൽ ആസാദ്, ഡോക്ടർ ആസാദ് എന്റെ കൂടെ കയറിയപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആസാദിനോട് പറഞ്ഞു അതൊരു വല്ലാത്ത മനുഷ്യനാണ്. ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നൊന്ന് ബൈക്കിൽ ഓർക്കാട്ടേരി കൊണ്ടേ വിട്ടാൽ മതി, ഞാൻ ബസ്സിന് പോയിക്കോളാം. ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓട്ടോയിൽ പോവാൻ, ഓട്ടോയിൽ പോയിട്ട് ഓർക്കാട്ടേരി ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ നേരെ ബാക്കിൽ ബൈക്കുമായിട്ട് ചന്ദ്രശേഖർ. അപ്പൊ ചോദിച്ചു അത്രേ ആസാദ്, എന്തിനാണ് നിങ്ങൾ സഖാവേ നിങ്ങൾ വരുന്നുണ്ട്, നിങ്ങളെ ബൈക്ക് പോന്നാ പോരെ, എന്തിനാ ഓട്ടോറിക്ഷക്ക് പൈസ കൊടുക്കേണ്ട കാര്യം? ഇതായിരുന്നു നമുക്ക് വർത്താനം പറഞ്ഞ് പോതാ പോരെ വീഴുന്നു. ചന്ദ്രശേഖർ പറഞ്ഞു അത്രേ, എപ്പോഴാണ് എന്നെ കൊല്ലാൻ വരുന്നവർ ആയുധവുമായി എന്റെ ദേഹത്ത് ചാടി വീഴുക എന്നറിയില്ല. ഞാൻ കൊല്ലപ്പെട്ടാൽ ഒരു സാക്ഷി അവർ ബാക്കി വെക്കൂല. എന്തിനാണ് ആസാദ് നിങ്ങളോട് മരിക്കണത്? എന്തിനാണ് നിങ്ങളോട് മരിക്കണത്? അതാണ് ചന്ദ്രശേഖർ. പോലീസ് പറഞ്ഞു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണം. ചന്ദ്രശേഖർ പറഞ്ഞു വേണ്ട, ഞാൻ പ്രൊട്ടക്ഷനുമായി കഴിഞ്ഞാൽ എന്റെ അണികൾക്ക് പിന്നെ ആരാ ധൈര്യം കൊടുക്കുക? ആരാ അവർക്ക് ധൈര്യം കൊടുക്കുക? എടോ സഖാവേ, ചന്ദ്രശേഖർ അണികൾക്ക് ധൈര്യം വിതരണം ചെയ്തവനാണ്. അണികൾക്ക് ധൈര്യം വിതരണം ചെയ്തവൻ കമ്മ്യൂണിസ്റ്റാണ്, അവൻ മാർക്സിസ്റ്റാണ്. എന്നാൽ പിണറായി വിജയൻ അണികൾക്ക് പേടി വിതരണം ചെയ്യുന്നവനാണ്, അവൻ ഫാഷിസ്റ്റാണ്. അതാ വ്യത്യാസം. അണികളെ ഭയപ്പെടുത്തുന്നവൻ ഫാഷിസ്റ്റാണ്, അണികൾക്ക് ധൈര്യം പകരുന്നവൻ മാർക്സിസ്റ്റാണ്. അതാണ് നിങ്ങൾ ചന്ദ്രശേഖർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനുമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. പിണറായി വിജയന് വെടിയുണ്ടായിട്ട് നടക്കുകയാണ് അല്ലേ, ഉണ്ട ബാഗിലും തോക്ക് അരയിലും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. എപ്പോഴാന്നറിയില്ല. ഏതായാലും പിണറായി വിജയനെ പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ടൊന്നും ചെയ്യൂല, വെറുതെ ഉണ്ട വേസ്റ്റ് ആക്കുക എന്നല്ലാണ്ട് ഇയാളുണ്ടെങ്കിൽ പാർട്ടി ഉണ്ടാവില്ല. പിണറായി വിജയനോട് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഏറ്റവും എതിർപ്പാരോടാണ്? അച്യുതാനന്ദനോടാണ്. അച്യുതാനന്ദൻ ഒരു മഹാമൂരാച്ചിയാണ്. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം ഒരു മഹാ കമ്മ്യൂണിസ്റ്റാണ്. അയാൾ കമ്മ്യൂണിസ്റ്റാണ്. നിങ്ങൾക്ക് അയാളുടെ ദേഷ്യം എന്താണ്? എനിക്ക് അയാളുടെ ദേഷ്യമാണ്. കാര്യം എന്താ അറിയോ? ഒരു ലീഗുകാരൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളവനായിരിക്കും ഒരു നല്ല കമ്മ്യൂണിസ്റ്റ്.
അതാണ് നമ്മക്ക് അമ്മായി കളിക്കണോന്നൊക്കെ ഉണ്ടല്ലോ. ഓൻ കമ്മ്യൂണിസ്റ്റ് അല്ല, ഓൻ പലതും അടിച്ചു മാറ്റാൻ വരികയാണ്. ഓൻ വേറെ ഏർപ്പാടാണ്. മുതലാളിമാരെ വീട്ടിൽ കിടന്നുറങ്ങി ഓരോ കടം ഓരോ സോപ്പിട്ട് നിങ്ങളും തിരക്കടില്ല നമ്മളും തിരക്കടില്ല എന്നൊക്കെ പറയണ അമ്മായി കമ്മ്യൂണിസ്റ്റ് ഇല്ലേ? കൊടിയേരി പോലെ പിണറായിയെ പോലെ അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല. ഒരു ലീഗുകാരന് ഏറ്റവും വലിയ വിരോധമുണ്ട് അച്യുതാനന്ദനെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അച്യുതാനന്ദനുമായി യോജിക്കാൻ കഴിയാത്തത്. ഞങ്ങൾ ആഗ്രഹം പിണറായി വിജയൻ ഒരുപാട് കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കട്ടെ എന്നാണ്. എന്താ കാര്യം? ആളില്ലെങ്കിലും ആ പാർട്ടി അങ്ങനെ പോവല്ലോ, ആളൊക്കെ അങ്ങ് പോരും. അച്യുതാനന്ദനെ പോലുള്ള ആൾ വന്നാൽ തീർച്ചയാണ് ആ പാർട്ടിക്ക് ശക്തി ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പിണറായി വിജയനെ പോലുള്ള ഒരു നേതൃത്വത്തോട് അത്തരത്തിലുള്ള ഒരു വിരോധം കൊണ്ടല്ല, മറിച്ച് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മര്യാദയും ഒരു മാതൃകയും, ആ മാതൃകയെ അംഗീകരിക്കാൻ കഴിയണം. മോഹൻ മാഷ് പ്രതികരിച്ചല്ലോ. ആരാ മോഹൻ മാഷ്? നിയമസഭയിൽ ലതിക എന്ന് പറയുന്ന ഒരു MLA ഉണ്ട്. ആ MLA-യുടെ ഭർത്താവ്. അത് മാത്രല്ല, കോഴിക്കോട് ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ്. ഒരു മനുഷ്യനെ കൊല്ലാൻ ഇന്നെനിക്ക് ഫേസ്ബുക്കിൽ വന്ന 2-4 ഫോട്ടോയുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് ചന്ദ്രശേഖരന്റെ ഫോട്ടോ, മറുഭാഗത്ത് രമയുടെ ഫോട്ടോ. അതുപോലെ താഴെ ഒരു ഭാഗത്ത് മോഹൻ മാഷയുടെ ഫോട്ടോ, മറുഭാഗത്ത് MLA ലതികയുടെ ഫോട്ടോ. എന്നിട്ട് മുകളിൽ പറയാണ് തലേ ദിവസം രാത്രി എന്ന് എഴുതിയിരിക്കുന്നു. തലേ ദിവസം രാത്രി തന്റെ ഭർത്താവിന്റെ കൂടെ, ചന്ദ്രശേഖരന്റെ കൂടെ ഒന്നും അറിയാതെ നിഷ്കളങ്കമായി തന്റെ സഖാവിന്റെ കൂടെ ഉറങ്ങിയ രമ. എന്നാൽ തലേ ദിവസം രാത്രി തന്റെ ഭർത്താവ് ഇതാ മറ്റൊരു തന്റെ കഥ കഴിക്കാൻ പ്ലാൻ ഇടുന്നു എന്നറിഞ്ഞുകൊണ്ട് ആ കിടപ്പറയിൽ ഗൂഢാലോചനകൾ നടത്തിയിട്ട് അത് അറിഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇറങ്ങിയ ലതിക എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക്. ചിന്തിക്കണ്ടേ നിങ്ങൾ? എന്തോ അപരാധമാണ് ജനങ്ങൾ നിങ്ങളോട് ചെയ്യും. ഷുക്കൂറിന്റെ വിഷയം ആലോചിച്ച് നോക്ക്. എന്ത് പാതകം, എന്ത് അപരാധം. ഒരു കാര്യം, ഷുക്കൂറിന്റെ കൊലപാതകം നടന്നപ്പോ അന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട പലയിടത്തും ഞാൻ പറഞ്ഞു, ഷുക്കൂറിന്റെ കണ്ണൂർ ജില്ലയിലെ എല്ലാ കൊലപാതകങ്ങൾക്കും ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കൊലപാതകങ്ങളൊക്കെ ക്ലൈമാക്സിൽ തകർന്നു പോകും. എത്ര പേർ പിടിക്കപ്പെട്ടു എന്ന് പരിശോധിക്ക്. ഈ ഗുണ്ടകളും തെമ്പാടികളും പിന്നെയും ഇറങ്ങല്ലേ? കാരണം എന്താണ്? എത്ര വലിയ തെളിവുകൾ പോലീസ് ഉണ്ടാക്കിയാലും ഈ ആരവവും ശബ്ദവും ബഹളവും പത്രവും ഒക്കെ തീരും. അത് കഴിഞ്ഞൊരു ശാന്തതയുണ്ട് വിധി പറയുന്ന ഒരുപാട് കാലം കഴിയുമ്പോൾ. അന്ന് വന്നിട്ട് പറയും മോനാ സാക്ഷി, സൂക്ഷിച്ചോ. വാപ്പനോട് പറയും വാപ്പയാണ് സാക്ഷി, സൂക്ഷിച്ചോ. മോനോട് പറയും, ഭാര്യനോട് പറയും. ഒരു സാക്ഷി മാറേണ്ടെന്ന് വിചാരിച്ചാലും അവന്റെ മുകളിൽ കുടുംബത്തിന്റെ സമ്മർദ്ദം ഉണ്ടാവും. ഷുക്കൂറോ പോയി, അൻവറോ പോയി, ചന്ദ്രശേഖരോ പോയി. അവസാനം സാക്ഷികൾ ദുർബലമായി കോടതിയുടെ മുമ്പിലെത്തും. ഈ പറയുന്ന കിങ്കരന്മാർ അടുത്തവന്റെ ചോര കുടിക്കാൻ നിയമത്തിന്റെ പഴുതിൽ കൂടെ ഇറങ്ങി വരും. അവസാന ഘട്ടം എത്തുമ്പോ കേസിൽ കൊണ്ടുപോയി കുറെ ആളെ കൊടുക്കും, അവരങ്ങ് പ്രതിയാവും. ആ പ്രതികൾ അങ്ങ് വിട്ടുപോകും. എന്നിട്ടോ യഥാർത്ഥ പ്രതിയുടെ കയ്യിൽ അടുത്തവനെ കൊല്ലാനുള്ള കത്തി കൊടുക്കും CPM. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഷുക്കൂറിന്റെ കൊലപാതകം കണ്ണൂർ ജില്ലയിൽ CPM നടത്തിയ അവസാനത്തെ കൊലപാതകമാക്കും. ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ആ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ ഇരിക്കുന്നവൻ എത്ര വലിയ കൊമ്പത്തായാലും അവൻ നിയമസഭയുടെ അകത്തല്ല, അവൻ എന്തു വലിയ ഹൃദയരോഗം വന്നാലും തരക്കടില്ല. അവന്റെ കൈകളിൽ വിലങ്ങു വെച്ചിട്ടേ ഈ സമരത്തിന്റെ അവസാനം മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാക്കും. ഒരു നിയമസഭയിലെ അംഗം എന്ന നിലക്ക് ഞാൻ പറയുന്നത്, നിയമത്തെ പാലിക്കാൻ ബാധ്യതയുള്ളവൻ. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് നൽകി ഒരു നിയമനിർമ്മാണ സഭയിലേക്ക് പറഞ്ഞു വിട്ടത് ഈ നിയമത്തെ പരിരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമായിട്ടാണെങ്കിൽ ആ ഉത്തരവാദിത്ത ബോധത്തോടെ ഞാൻ പറയുന്നത്, അവരാരായിരുന്നാലും അതിലൊരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്കത് ഒരുപക്ഷെ അന്വേഷണത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ അറിയും. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് എന്റെ പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, അഭിമാനബോധത്തോടെ ഒരു സംഘടന പ്രതാപവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതല്ല. ആ സംഘടനയുടെ ഏതു പ്രതിസന്ധിയുടെ സമയത്തും അതിന് കരുത്തു പകർന്നു. അതൊരു സംഘടനയോടുള്ള ഉത്തരവാദിത്തം മാത്രമല്ല, ഒരു ജനതയോട്, ഒരു നാടിനോട്, ഒരു സമൂഹത്തോട്, ആ സമൂഹത്തിന് മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ, അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് അവരുടെ പിറകിൽ ഒരു കരുത്തായി നിൽക്കുകയാണ് യൂത്ത് ലീഗുകാരാ നിങ്ങളുടെ ഉത്തരവാദിത്തം. അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അഭിമാനബോധത്തോടെ കേരളത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അഭിമാനത്തോടെ ഒരു മുസ്ലിമാണെന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ചു നിൽക്കാനുള്ള ഒരു യശസ്സുണ്ടല്ലോ, ഒരു അഭിമാനബോധമുണ്ടല്ലോ. ആ അഭിമാനബോധം ആത്യന്തികമായി യൂത്ത് ലീഗുകാരാ ഒരു ഇന്ത്യയിലെ ഒരു മുസ്ലിം പൗരൻ എന്ന നിലക്ക് നമ്മുടെ അവകാശമാണ്.
അങ്ങനെ ഒരു പൗരനായി നിങ്ങളെ വളർത്തിയെടുക്കാൻ യത്നിച്ച പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന അക്ഷീണമായ യത്നങ്ങൾ ഒരു നന്മയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നിന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ആരും പോവരുത്. ബഹുമാനപ്പെട്ട ഷാജി MLAക്ക് ഹാരാർപ്പണം ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അൻസാരി സാഹിബും അതുപോലെ തന്നെ ഷാഫി ചാരിയും തുടങ്ങിയവരൊക്കെ പ്രസംഗിക്കാനുള്ളതാണ്. ആരാർപ്പണം അർപ്പിക്കുന്നതിന് രാമദളി പഞ്ചായത്തിനെ ക്ഷണിക്കുകയാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അഴീക്കോടിന്റെ MLA ആയതിനു ശേഷം ബഹുമാനപ്പെട്ട ഷാജി സാഹിബ് ആദ്യമായിട്ടാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ പ്രസംഗിക്കുന്നത്. ഒരു വർഷമായി MLA ആയിട്ട്, പക്ഷെ ആദ്യമായിട്ടാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ വന്നിട്ട് പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി, ഒരു ചടങ്ങ് നമ്മൾ വെച്ചത്. അതില് നമുക്ക് വിഷമമുണ്ട്, അതോടൊപ്പം തന്നെ ഷാജി സാഹിബിനോട് നമുക്കൊരു പ്രതിഷേധമുണ്ട്. ബഹുമാന്യനായ KM ഷാജി സാഹിബിനുള്ള ഹാരാർപ്പണം ഓട്ടോ തൊഴിലാളി യൂണിയൻ STU പാലക്കോട് ശാഖാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അബ്ദുള്ള സാഹിബ്, STU മത്സ്യത്തൊഴിലാളി യൂണിയൻ തൊഴിലാളി ഫെഡറേഷൻ STU രാമന്തളി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ട്രഷറർ TP മുഹമ്മദ് കുഞ്ഞി, മുസ്ലിം യൂത്ത് ലീഗ് രാമന്തളി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് കലാം എട്ടിക്കുളം, പയ്യന്നൂർ മുനിസിപ്പൽ MSF കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി ഉമേർ വള്ളൂർ, പാലക്കോട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് KC അഷ്റഫ് സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി ഫായിസ് കവായി, പെരിങ്ങോം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ടി നിസാർ പെരിങ്ങോം, മണ്ഡലം MSF കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് മൻസൂർ S, മുനിസിപ്പൽ യൂത്ത് ലീഗിന് വേണ്ടി ഫായിസ് കവായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട KP താഹിർ സാഹിബ് ഇവിടെയുണ്ട്. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. പയ്യന്നൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി എന്തിനെതിർപ്പെന്റെ പൂമോനെ ലീഗിൽ തന്നെ തന്ത പാടി